ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ CPO എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ചോദ്യം ഇതായിരുന്നു: ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ഓപ്ഷൻ നോക്കിയേ: കറുപ്പ് യുദ്ധം, ബോസ്റ്റൺ ടീ പാർട്ടി, ടെന്നീസ് കോർട്ട് അസംബ്ലി, ഫെബ്രുവരി വിപ്ലവം. നമുക്കറിയാം ഇതിൻ്റെ ഉത്തരം ഏതാണെന്നുള്ളത്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമായിരുന്നു ഏതെന്ന് പറയുന്നത്? ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ചൈന ഭരിച്ച അവസാന രാജവംശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മഞ്ചു രാജവംശമാണ്. ഓക്കെ, അപ്പോൾ ചൈന അവസാനമായിട്ട് ഭരിച്ചത് ഏത് രാജവംശമായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, അത് മഞ്ചു രാജവംശമാണ് ചൈന ഭരിച്ച അവസാന രാജവംശം. നമുക്കറിയാം അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് നയങ്ങൾ. അതിൽ ഒന്നായിരുന്നു കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കറുപ്പ് വ്യാപാരം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തുറന്ന വാതിൽ നയം. എന്താണ് തുറന്ന വാതിൽ നയം? ഓക്കെ, അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെടെ കൊളോണിയൽ ശക്തികൾ അന്ന് ചൈനയിൽ സ്വീകരിച്ച നയങ്ങളായിരുന്നു ഏതൊക്കെയെന്ന് പറയുന്നത്? ഒന്ന് കറുപ്പ് വ്യാപാരം, രണ്ട് തുറന്ന വാതിൽ നയം. ശ്രദ്ധിക്കുക, യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെടെയുള്ള കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളായിരുന്നു കറുപ്പ് വ്യാപാരവും അതേപോലെ തുറന്ന വാതിൽ നയവും. ഈ വിദേശ ഇടപെടലിന് ആധിപത്യത്തിനുമൊക്കെ അനുകൂലമായ നിലപാടുകളാണ് അന്ന് ചൈനീസ് രാജവംശമായിട്ടുള്ള മഞ്ചു രാജവംശം സ്വീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വിദേശ ഇടപെടലിന് വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു മഞ്ചു രാജവംശം. അതേപോലെ തന്നെ അവരുടെ ആധിപത്യത്തിനും അതേപോലെ തന്നെ അവർ സ്വീകരിച്ച നിലപാടിനൊന്നും യാതൊരുവിധ ഒരു പ്രത്യേകമായിട്ടുള്ള, അതായത് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു രാജവംശമായിരുന്നു മഞ്ചു രാജവംശം. ഓക്കെ, അപ്പോൾ ചൈനയിലെ ജനങ്ങളെക്കാൾ കൂടുതൽ അവരെ ഇഷ്ടപ്പെട്ടിരുന്നത് ഈ പറയുന്ന യൂറോപ്യന്മാരുടെ ഇടപെടലും അവരുടെ ആധിപത്യത്തിനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഫുൾ സപ്പോർട്ട് ചെയ്ത ഒരു രാജവംശമായിരുന്നു ഏതെന്ന് പറയുന്നത്? മഞ്ചു രാജവംശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞ കാര്യം മക്കളെ ഒന്നുകൂടി പറയാം. അതായത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് ചൈന ഭരിച്ച അവസാനത്തെ രാജവംശം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? മഞ്ചു രാജവംശമാണ്. അന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെടെയുള്ള കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയമായിരുന്നു ഏതെന്ന് പറയുന്നത്? യെസ്, അതിൽ ഒന്നാമത്തെയാണ്. രണ്ട് നയങ്ങളാണ് അന്ന് ഈ പറയുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള കൊളോണിയൽ ശക്തികളും സ്വീകരിച്ചത്. അതിൽ ഒന്നായിരുന്നു മക്കളെ ശ്രദ്ധിക്കുക കറുപ്പ് വ്യാപാരം. അതേപോലെ തന്നെ രണ്ടാമത്തേതാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു കറുപ്പ് വ്യാപാരം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ചൈന യൂറോപ്പിലേക്ക് അന്ന് കയറ്റുമതി ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു? ഒന്ന് പട്ട്. അപ്പോൾ ചൈനീസ് പട്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രഷ്യസ് ആയിരുന്നു. അതേപോലെ തന്നെ തേയില എന്ന് പറയുന്നതും ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. അതേപോലെ തന്നെ ചൈനീസ് മൺപാത്രങ്ങൾ വളരെയധികം പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൈനീസ് മൺപാത്രങ്ങളും എങ്ങോട്ടേക്ക് ചെയ്തു? നിലവിൽ ഈ പറയുന്ന നമ്മുടെ ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് പട്ട്, രണ്ട് തേയില, മൂന്ന് മൺപാത്രങ്ങൾ. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് എന്നാൽ ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി പദാർത്ഥം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? യെസ്, കറുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറുപ്പാണ് എങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്? ചൈനയിലേക്ക്. കാരണം ചൈനയിൽ അന്ന് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും
ചൈനക്കാർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ചൈനയിൽ നിന്നാണ് പല ഇലക്ട്രോണിക്സ് സാധനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ എന്താണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കാര്യങ്ങൾ എല്ലാം തന്നെ മറ്റുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത് അവരുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ചൈന ഇതെല്ലാം അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നെങ്കിലും തിരിച്ച് ഇങ്ങോട്ടേക്ക് ചൈനയ്ക്ക് എന്ത് വേണ്ട, യാതൊരു സാധനങ്ങളും വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു നിലപാടാണ് അന്നും ചൈന സ്വീകരിച്ചിരുന്നത്. അതായത് ചൈനയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം, കയറ്റുമതി ചെയ്യാം, പക്ഷേ ഒരു സാധനം പോലും ചൈന എന്ത് ചെയ്യത്തില്ല, തിരിച്ചിങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല. ഇതായിരുന്നു ചൈനയുടെ അന്നേരത്തെ സിറ്റുവേഷനും ഇപ്പോഴത്തെ സിറ്റുവേഷനും. അപ്പോൾ ചൈന അതുകൊണ്ട് എന്താവും മക്കളെ, അതായത് ഓരോ ദിവസം ചെല്ലും തോറും ചൈനയുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൂടി വരികയാണ് ചെയ്യുന്നത്. ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ചൈന അവരിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നോ അതേപോലെ തന്നെ അമേരിക്ക ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നും ചൈന എന്ത് ചെയ്യുന്നില്ല, തിരിച്ചിങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് നിലവിൽ കപ്പൽ വരുമല്ലോ, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കയറ്റുമതിക്ക് വേണ്ടി വരുന്ന കപ്പലിൽ എന്ത് നിറയ്ക്കും, ഈ പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥമാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഈ പറയുന്ന കപ്പലിലേക്ക് അവർ കയറ്റി ഇങ്ങോട്ടേക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, കയറ്റുമതി ചെയ്യുകയാണ് പട്ട്, തേയില, മൺപാത്രങ്ങൾ. തിരിച്ച് ഇങ്ങോട്ടേക്കൊന്നും ഇറക്കുമതി ചെയ്യുന്നില്ല. പക്ഷേ ഈ കപ്പൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് വ്യാപാരികൾ എന്ത് ചെയ്തു, ഈ കപ്പലിലേക്ക് എന്ത് ചെയ്യുന്നു, കറുപ്പുമായിട്ടാണ് തിരിച്ച് ഈ കപ്പൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കപ്പലുകളിൽ വരുന്ന കറുപ്പ് അവിടെ ചൈനയിലെ ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ സപ്ലൈ ചെയ്തതിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ നമുക്കറിയാം ഈ കറുപ്പ് എന്ന് പറയുന്നത് ലഹരി പദാർത്ഥമാണ്. ഇത് നമ്മൾ എന്താണ് നിലവിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനസിക നില തെറ്റും. അതേപോലെ തന്നെ എന്താണ് അവരന്നന്ന് ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊന്നും കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ എന്താണ് അവർ ഓരോ ദിവസം ചെല്ലും തോറും അവർ മറ്റൊരു ലെവലിലേക്ക് മറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ചൈനയിലേക്കുള്ള ഈ മൺപാത്രങ്ങൾ അതേപോലെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓരോ ദിവസം ചെല്ലും തോറും ഇതിൻ്റെയൊക്കെ നിലവിലുള്ള പ്രൊഡക്ഷൻ കുറയാനുള്ള സാഹചര്യവും അവിടെ വരികയാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറുപ്പ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥം തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തത്. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് എന്തെന്ന് പറയുന്നത്, കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയോ? അപ്പോൾ കറുപ്പ് യുദ്ധം അല്ലെങ്കിൽ ഒപ്പിയം വാർ എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ ഇത്രയും കാര്യം പഠിച്ചാൽ മതി. അതായത് ചൈന എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു, പട്ട്, തേയില, മൺപാത്രങ്ങളാണ്. ഇങ്ങനെ പട്ട്, തേയില, മൺപാത്രങ്ങൾ ചൈന അങ്ങോട്ടേക്ക് എന്ത് ചെയ്തു, കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചൈന സമ്പന്നമായിക്കൊണ്ടിരുന്നു ഓരോ ദിവസം ചെല്ലും തോറും. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് വ്യാപാരികൾ എന്തില്ല, തിരിച്ച് ഇങ്ങോട്ടേക്ക് ചൈനയ്ക്കൊന്നും ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യകതയില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചൈന പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധനം പോലും ചൈന ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നില്ല, വാങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിൽ എന്ത് ചെയ്തത്, ഈ പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥം. ഇതെന്താണ്, ലഹരി പദാർത്ഥമാണ് കറുപ്പ് എന്ന് പറയുന്നത്. ഈ ലഹരി എങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തു, അതായത് കയറ്റുമതി ചെയ്യുന്ന കപ്പൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ കപ്പലിലേക്ക് നിലവിൽ അവർ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തുകൊണ്ടിരുന്നു, കറുപ്പ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥം ഇറക്കുമതി ചെയ്തു. ഇത് പിന്നീട് എന്ത് ചെയ്തു, ചൈനയിലെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന ആ യുദ്ധം അതായിരുന്നു എന്തെന്ന് പറയുന്നത്, കറുപ്പ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടത്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്, നമ്മുടെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് എന്തെന്ന് പറയുന്നത്, കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. അതർവൈസ് നോൺ ആസ് ഒപ്പിയം വാർ. എന്താണ്, ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പിന് പറയുന്നതാണ് ഇംഗ്ലീഷിൽ
ഒപ്പിയം. അപ്പോൾ ഒപ്പിയം വാർ അല്ലെങ്കിൽ കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു മക്കളെ? യെസ്, നമ്മുടെ ചൈനയും ബ്രിട്ടനും തമ്മിലായിരുന്നു ഒപ്പിയം വാർ, അതായത് കറുപ്പ് യുദ്ധം നടന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ എന്നാണ് ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1839 ടു 1842 ഒന്നാം കറുപ്പ് യുദ്ധം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധം നടന്ന കാലഘട്ടം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1839 മുതൽ 1842 വരെയാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻഡൻ കറുപ്പ് പാർട്ടി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എന്താണ് ക്യാൻഡൻ കറുപ്പ് പാർട്ടി? ഓക്കെ, അപ്പോൾ ക്യാൻഡൻ കറുപ്പ് പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം. അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ എന്താണ്? ക്യാൻഡൻ കറുപ്പ് പാർട്ടിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോങ്കോങ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്ത പ്രദേശമാണ് ഹോങ്കോങ്. ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിച്ചതാണെങ്കിൽ എന്നാ ചോദിച്ചാൽ 1997 ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അത് നാൻകിൻ ഉടമ്പടിയാണ്. ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ എന്താണ് നാൻകിങ് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാൻകിങ് ഉടമ്പടി ഒന്നാം കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് നാൻകിങ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. അതായത് ഒന്നാം കറുപ്പ് യുദ്ധം ഉണ്ടാകാനുണ്ടായ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ക്യാൻഡൻ കറുപ്പ് പാർട്ടിയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ചൈനയുടെ വ്യാപാരവും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥം ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തതോടുകൂടി ചൈനയിലെ ജനങ്ങളുടെ മാനസിക നില പ്രതികൂലമായി ബാധിക്കുകയും ഇതിനെ തുടർന്നാണ് ചൈനയും ബ്രിട്ടനും തമ്മിൽ എന്ത് നടന്നത്? ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. ആ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1839 ടു 1842 ഓർത്തു വയ്ക്കുക. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ചൈനീസ് പ്രദേശം ഏതാണ്? അത് ഹോങ്കോങ് ആണെന്നുള്ളതും പിന്നീട് ഹോങ്കോങ്ങിനെ 1997 എന്ത് ചെയ്യുകയാണ്? തിരികെ ചൈനയ്ക്ക് തന്നെ ലഭിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു യുദ്ധം കൂടിയുണ്ട്, രണ്ടാം കറുപ്പ് യുദ്ധം. അത് നടന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. 1856 ടു 1860 രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1856 ടു 1860 കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചതിന് ശേഷം റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അന്ന് ചൈന ഭരിച്ച അവസാന രാജവംശം ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചു രാജവംശമാണ്. അന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെടെയുള്ള കോളനി ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച 2 നയങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്, 2 തുറന്ന വാതിൽ നയമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി കറുപ്പ് വ്യാപാരം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി അന്ന് ചെയ്തിരുന്നത് 3 സാധനങ്ങളാണ്. 1 പട്ട്, 2 തേയില, 3 മൺപാത്രങ്ങൾ. തിരിച്ച് ചൈന എന്ത് ചെയ്തില്ല? ഒരു സാധനം പോലും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തില്ല. ഇത് എന്ത് ചെയ്തു? ഓരോ ദിവസം ചെല്ലും തോറും ചൈനയുടെ സമ്പത്ത് കൂടുകയും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാതെ വന്നതിനാലാണ് എന്ത് ചെയ്തത്? നിലവിൽ ചൈനയുടെ മണ്ണിലേക്ക് എന്ത് ചെയ്തു? കറുപ്പ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥം കൊണ്ടുപോയി ഇറക്കുമതി ചെയ്തു. ഇത് ചൈനീസ് ജനതയുടെ മാനസിക നില തകരാറിലാവുകയും അതേപോലെ തന്നെ എന്താണ് അവരന്നന്ന് ചെയ്തിരുന്ന ജോലികളൊക്കെ കൃത്യമായി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും വെരി വെരി ഇമ്പോർട്ടൻ്റ്, ചൈനയും ബ്രിട്ടനും തമ്മിലാണ് എന്ത് നടന്നത്? ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം കറുപ്പ് യുദ്ധം നമ്മൾ പറഞ്ഞു എന്നാണ് 1839 ടു 1842 പറഞ്ഞു.
അതിൻ്റെ പ്രധാന കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാൻഡൻ കറുപ്പ് പാർട്ടിയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാൻഡൻ കറുപ്പ് പാർട്ടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇനി ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടന് ലഭിച്ച പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? ഹോങ്കോങ് ആണ്. ബ്രിട്ടന് ലഭിച്ചു. തിരിച്ച് എന്ത് ചെയ്തു? ചൈനയ്ക്ക് 1997 ആ പ്രദേശം തിരിച്ചു കൊടുത്തു. 97. ഓക്കെ. അപ്പോൾ 1997 എന്ത് ചെയ്തു? ഹോങ്കോങ് എന്ന് പറയുന്ന പ്രദേശം ചൈനയ്ക്ക് തിരിച്ചു ലഭിച്ചു. ഇനി ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? നാൻകിൻ ഉടമ്പടി. കാരണം നിലവിൽ ഒന്നാം കറുപ്പ് യുദ്ധമൊക്കെ ചോദിച്ചു, അല്ലെങ്കിൽ കറുപ്പ് യുദ്ധം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കാം, ഇനി നാൻകിൻ ഉടമ്പടി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1856 ടു 1860 അപ്പോൾ 2 യുദ്ധങ്ങളാണ് കറുപ്പ് യുദ്ധം നടന്നത്. ഒന്നാം കറുപ്പ് യുദ്ധവും രണ്ടാം കറുപ്പ് യുദ്ധവും. ഒന്നാം കറുപ്പ് യുദ്ധം 1839 ടു 42. രണ്ടാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് 1856 ടു 1860 ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് തുറന്ന വാതിൽ നയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കാരണം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ് ഈ പറയുന്ന തുറന്ന വാതിൽ നയം. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് തുറന്ന വാതിൽ നയത്തെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ജോൺ ഹേ. ഓക്കെ. അപ്പോൾ ജോൺ ഹേ എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആണ്. അപ്പോൾ USA സ്റ്റേറ്റ് സെക്രട്ടറി ആണ് ആരെന്ന് പറയുന്നത്? ജോൺ ഹേ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പ്രഖ്യാപിച്ച നയമാണ് ഏതെന്ന് പറയുന്നത്? യെസ്, തുറന്ന വാതിൽ നയം. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് തുറന്ന വാതിൽ നയം താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏത് വിപ്ലവമാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് തുറന്ന വാതിൽ നയം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന വാതിൽ നയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാനായിട്ട് അവസരമൊരുക്കുക. ഇതാണ് ഈ നയത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളും എന്ത് ചെയ്തു? ആദ്യം മുതൽക്കേ തന്നെ ചൈനയുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വ്യാപാരം നടത്തിയിരുന്നു. ആ സമയത്തൊന്നും നിലവിൽ എന്ത് ചെയ്തിട്ടില്ല? അമേരിക്ക ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പിന്നീട് അമേരിക്കയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു അവസരം സൃഷ്ടിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, വെരി വെരി ഇമ്പോർട്ടൻ്റ്, മനസ്സിലാക്കി വയ്ക്കുക, ജോൺ ഹേ. അപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ അദ്ദേഹം നടപ്പിലാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന പുതിയൊരു നയമാണ് എന്തെന്ന് പറയുന്നത്? തുറന്ന വാതിൽ നയം. എന്താണ് തുറന്ന വാതിൽ നയം എന്ന് ഒറ്റ വാക്കിൽ മക്കളെ ചോദിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ചൈന എന്ന് പറയുന്ന രാജ്യത്ത് പൂർണ്ണമായിട്ട് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? തുറന്ന വാതിൽ നയം. ഇപ്പോൾ നമ്മൾ തന്നെ പറയത്തില്ല, തുറന്നു കിടക്കുന്ന വാതിൽ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യാം? എല്ലാവർക്കും കടന്നു ചെല്ലാം. ഓക്കെ. അപ്പോൾ അതാണ് മെയിനായിട്ട് ആരുദ്ദേശിച്ചത്? US ഉദ്ദേശിച്ചത്. അതായത് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല പ്രത്യേക. കാരണം ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ചൈനയുമായിട്ട് നിലവിൽ വ്യാപാര ബന്ധം പുലർത്തുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു മേൽക്കോയ്മയായിരുന്നു ചൈന എന്ന് പറയുന്ന ആ ഒരു രാജ്യം. അപ്പോൾ അതിൽ നിന്നും ഒരു എന്ത് ചെയ്യുക? അതിൽ നിന്നും ഒരു കുറച്ച് രാജ്യങ്ങളെ മാത്രം മാറ്റി നിർത്തി എല്ലാവർക്കും അവിടെ കടന്നു ചെല്ലാനുള്ള ഒരു അവസരം ഒരുക്കുക. അതുതന്നെയായിരുന്നു എന്തെന്ന് പറയുന്നത്? തുറന്ന വാതിൽ നയം. നമുക്ക് ആ വേർഡിൻ്റെ മീനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യാം? ചൈനയിൽ ചെല്ലാം. അവിടെ സ്വാതന്ത്ര്യത്തോടു കൂടി എന്ത് ചെയ്യാം? കച്ചവടം നടത്താം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായിരുന്നു തുറന്ന വാതിൽ നയം. ഈ നയത്തിൻ്റെ പിന്നിലുള്ള ആരായിരുന്നു ഇതിൻ്റെ വക്താവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഹേ എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെ എന്ത് ചെയ്യാണ്? തുല്യ അവകാശം ലഭിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ചൈനയുടെ കമ്പോളത്തിൽ എന്ത് ചെയ്യാണ്? എല്ലാവർക്കും തുല്യ അവകാശം ലഭിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അതേപോലെ തന്നെ അവസരവും അവിടെ ഉണ്ട് എന്നുള്ളത്
അമേരിക്ക ഈ ഒരു തുറന്ന വാതിൽ നയത്തോടു കൂടി തന്നെ അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വെച്ചോ. തുറന്ന വാതിൽ നയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഏത് വിപ്ലവമാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഒരെണ്ണം കൂടി പഠിച്ചു വെച്ചോ, ബോക്സർ കലാപം. ഓക്കെ, ബോക്സർ കലാപം വേണമെങ്കിൽ ഇനി ചോദിക്കാം. ബോക്സർ കലാപം താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ഏതെന്ന് പറയുന്നത്, ബോക്സർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സർ കലാപം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1900-ലാണ് ബോക്സർ കലാപം നടക്കുന്നത്. ബോക്സർ കലാപം നടന്ന രാജ്യം ചൈനയാണ്. എന്തായിരുന്നു ബോക്സർ കലാപത്തിൻ്റെ മുദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോക്സർ കലാപത്തിൻ്റെ മുദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബോക്സർമാരുടെ മുഷ്ടിയാണ്. ബോക്സർമാരുടെ മുഷ്ടിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ബോക്സർ കലാപത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടി. ബോക്സർ കലാപം പരാജയപ്പെട്ടുവെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ശക്തി പകർന്ന ഒരു വിപ്ലവമായിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ബോക്സർ കലാപം. ഓക്കെ, അപ്പോൾ പിൻകാല എല്ലാ യുദ്ധങ്ങൾക്കും ശക്തി പകർന്ന ഒരു വിപ്ലവമായിരുന്നു ഏതെന്ന് പറയുന്നത്, ബോക്സർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണോ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു തുറന്ന വാതിൽ നയം. തുറന്ന വാതിൽ നയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാനുള്ള അവസരം ഒരുക്കുക എന്നതായിരുന്നു ഈ പറയുന്ന തുറന്ന വാതിൽ നയത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആരായിരുന്നു ഇതിന് ഈ പറയുന്ന തുറന്ന വാതിൽ നയം എന്ന് പറയുന്ന ആ ഒരു നയം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ജോൺ ഹേ ആയിരുന്നു. ഓക്കെ, അതായത് USA ചൈനയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുക, കിട്ടുക എന്നുള്ളതായിരുന്നു. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാം, ചൈനയുടെ കമ്പോളത്തിൽ തുല്യ അവകാശം കിട്ടുന്നു. ഇതാണ് തുറന്ന വാതിൽ നയം. അടുത്ത് നമ്മൾ പറഞ്ഞു ബോക്സർ കലാപം നടന്ന വർഷം 1900-ലാണ്. അതായത് മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമായിരുന്നു കേട്ടോ ഈ ബോക്സർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ചു രാജവംശം നമ്മൾ പറഞ്ഞു ചൈന ഭരിച്ച അവസാനത്തെ രാജവംശമാണ് മഞ്ചു രാജവംശം. അങ്ങനെ മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപം, അതാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. നടന്ന വർഷം 1900-ആണ്. ബോക്സർ കലാപം നടന്ന രാജ്യം നമുക്കറിയാം ചൈനയാണ്. ബോക്സർ കലാപത്തിൻ്റെ മുദ്രയാണ് ബോക്സർമാരുടെ മുഷ്ടി. ബോക്സർമാരുടെ മുഷ്ടിയാണ് ബോക്സർ കലാപത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത്. ഇത് പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് ചൈനയിലുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ശക്തി പകർന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സർ കലാപമായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് നിർത്താം. അതായത് ലോങ് മാർച്ച്. അതായത് ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ലോങ് മാർച്ച് എന്ന് പറയുന്ന സംഭവം. അതായത് കർഷകരാണ് ചൈനയിലെ മുഖ്യ വിപ്ലവ ശക്തി എന്ന് വിശ്വസിച്ച മാവോ സേതൂങ് അവരെ സംഘടിപ്പിച്ച് കുമിന്താങ് ഭരണത്തിനെതിരെ പോരാട്ടം നടത്തിയതാണ് ലോങ് മാർച്ച്. ഇതിനായി അദ്ദേഹം രൂപീകരിച്ച സൈന്യത്തിൻ്റെ പേരായിരുന്നു ചുവപ്പ് സേന. എന്താണ്? ചുവപ്പ് സേന. ചുവപ്പ് സേന ആരാണ്? മാവോ സേതൂങ് രൂപീകരിച്ച സൈന്യത്തിൻ്റെ പേരാണ് ചുവപ്പ് സേന. ശ്രദ്ധിക്കുക, ചുവപ്പ് സേന. ചിയാങ് കൈഷക് എന്ന ചൈനീസ് ഏകാധിപതിക്കെതിരെ 1934 ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ 1934 എന്ത് നടക്കുന്നത്? ലോങ് മാർച്ച് നടക്കുന്നത്. ഓക്കെ, ഈ ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മാവോ സേതൂങ് ആണ് ഈ പറയുന്ന ലോങ് മാർച്ച് സംഘടിപ്പിച്ചത്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യെനാൻ വരെ നടത്തിയ യാത്രയായിരുന്നു ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 1934 ലോങ് മാർച്ച് നടക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിലാണ്. കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി, ഓർക്കുക, തെക്കൻ ചൈനയിലെ കിയാങ്സി. അപ്പോൾ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യെനാൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ലോങ് മാർച്ച് നടന്നത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെയാണ്? തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന്. നോക്കിയേ, തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന്. അതേപോലെ തന്നെ എന്താണ്?
ഈ പറയുന്ന കിയാങ്സിയിൽ നിന്നും, അത് തെക്ക് കിയാങ്സിയിൽ നിന്നും പടിഞ്ഞാറ് യനാൻ വരെ നടത്തിയ മാർച്ചാണ് ഏതെന്ന് പറയുന്നത്, ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 1934 തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ പടിഞ്ഞാറ് എവിടെ വരെ, യനാൻ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച്. ഈ ഒരു ലോങ് മാർച്ചിൽ എത്ര കിലോമീറ്ററാണ് ഇവർ സഞ്ചരിച്ചതെന്ന് ചോദിച്ചാൽ മക്കളെ, 12,000 കിലോമീറ്ററാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 12,000 കിലോമീറ്ററാണ് കാൽനടയായിട്ട് അവർ നടന്നു പോയത്. ഓക്കെ, അപ്പോൾ ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് മാവോയുടെ നേതൃത്വത്തിൽ ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ ഈ ഒരു യാത്രയാണ് പിന്നീട് ഏത് പേരിൽ അറിയപ്പെട്ടത്, ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോങ് മാർച്ചിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. കർഷകരാണ് ചൈനയിലെ മുഖ്യ വിപ്ലവ ശക്തി എന്ന് വിശ്വസിച്ച മാവോ സേതൂങ് കർഷകരെ എല്ലാവരെയും സംഘടിപ്പിച്ച് കുമിന്താങ് ദുർഭരണത്തിനെതിരെ നടത്തിയ പോരാട്ടമാണ്. അപ്പോൾ കർഷകരെ സംഘടിപ്പിച്ച് മാവോ സേതൂങ് കുമിന്താങ് ഭരണത്തിനെതിരെ നടത്തിയ പോരാട്ടമാണ് ഏതെന്ന് പറയുന്നത്, ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ലോങ് മാർച്ചിനായിട്ട് അദ്ദേഹം രൂപീകരിച്ച സേനയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലോങ് മാർച്ചിനായിട്ട് നമ്മുടെ മാവോ സേതൂങ് രൂപീകരിച്ച സേനയുടെ പേരാണ് ഏതെന്ന് പറയുന്നത്, ചുവപ്പ് സേന. അതേപോലെ തന്നെ എന്നാണ് ലോങ് മാർച്ച് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1934. അതായത് തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യനാൻ വരെയാണ് എന്ത് ചെയ്തത്, ഈ ഒരു മാർച്ച് നടന്നത്. ഓക്കെ, അപ്പോൾ എന്ന് മുതൽ എന്ന് വരെയാണ് ഈ മാർച്ച് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് മുതൽ എന്ന് വരെയാ, ഈ പറയുന്ന 1934 തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യനാൻ വരെ നടത്തിയ മാർച്ചാണ് ലോങ് മാർച്ച്. എത്ര കിലോമീറ്റർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ 12,000 കിലോമീറ്റർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ലോങ് മാർച്ചിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ചോദ്യം, സന്യാസെന്നിൻ്റെ തത്വങ്ങളേവ. ഈ ഒരു ചോദ്യം വന്നത് LDC 2024 തീർച്ചയായിട്ടും ഇതേപോലുള്ളൊരു ചോദ്യം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നേരെ ചോദ്യം ഒന്നുകൂടി നോക്കാം. സന്യാസെൻ്റെ തത്വങ്ങൾ ഏവ. നോക്കിയേ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം. ഏതാണ് സന്യാസെൻ്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവമാണ് ഏതെന്ന് പറയുന്നത്, ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മഞ്ജു രാജവംശത്തിൻ്റെ അധികാരം അതോടുകൂടി നഷ്ടപ്പെടുവാണ്. 1911 സന്യാസെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജവംശത്തിനെതിരായിട്ട് നടന്ന വിപ്ലവമാണ് ഈ പറയുന്ന ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ചൈനീസ് റിപ്പബ്ലിക്ക് നിലവിൽ വന്നത്. അത് 1912 ചൈനീസ് റിപ്പബ്ലിക്ക് നിലവിൽ വരുന്നത് 1912. അങ്ങനെ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ ആരെന്ന് പറയുന്നത്, സന്യാസൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 1911 ചൈനീസ് വിപ്ലവം നടക്കുന്നത്. അതായത് മഞ്ജു രാജവംശത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുന്ന വിപ്ലവമാണ് ഈ പറയുന്ന ചൈനീസ് വിപ്ലവം. അങ്ങനെ അധികാരത്തിലേക്ക് ആര് വരികയാണ്, സന്യാസൻ വരികയാണ്. ചൈനീസ് റിപ്പബ്ലിക്ക് 1912 വരുന്നത്. അപ്പോൾ 1911 വെരി വെരി ഇമ്പോർട്ടൻ്റ് ചൈനീസ് വിപ്ലവം, 1912 ചൈനീസ് റിപ്പബ്ലിക്ക് നിലവിൽ വരുന്നു. അങ്ങനെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് ആര് വരികയാണ്, സന്യാസൻ വരികയാണ്. ശ്രദ്ധിക്കുക, സന്യാസനാണ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത്, സന്യാസൻ. ഓക്കെ, ചൈനയുടെ പ്രഭാത നക്ഷത്രം മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സന്യാസനാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതും അങ്ങനെയാണ്, ചൈനയുടെ മോർണിംഗ് സ്റ്റാർ ഓഫ് ചൈന എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സന്യാസനാണ്. അപ്പോൾ ചൈനയുടെ പ്രഭാത നക്ഷത്രം, ശ്രദ്ധിക്കുക, ചൈനയുടെ പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ. ഓക്കെ, മോർണിംഗ് സ്റ്റാർ ആണ് ആരെന്ന് പറയുന്നത്, സന്യാസൻ എന്ന് പറയുന്ന വ്യക്തി. അതായത് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ദക്ഷിണ ചൈനയിൽ സന്യാസനിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് കുമിന്താങ് പാർട്ടിയായിരുന്നു. സന്യാസൻ്റെ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സന്യാസൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ, അപ്പോൾ സന്യാസനിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ്.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാമത്തെ ആശയമാണ് എന്തെന്ന് പറയുന്നത് ദേശീയത. ഓക്കെ, അപ്പോൾ ദേശീയതയാണ് സന്യാസൻ മുന്നോട്ടേക്ക് വച്ച ആശയങ്ങളിലെ ഒന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, ദേശീയത. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നാണ് ഈ പറയുന്ന സന്യാസണിൻ്റെ 3 ആശയങ്ങൾ അറിയപ്പെടുന്നത്. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ. 3 പ്രിൻസിപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്നാണ് സന്യാസണിൻ്റെ ആശയങ്ങൾ അറിയപ്പെട്ടത്. അതിലൊന്നാണ് ദേശീയത. ഓക്കെ, 2 എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ജനാധിപത്യം. ഓക്കെ, ജനാധിപത്യമാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സോഷ്യലിസം. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കാണുന്നത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, നേരെ എന്താണ് അടുത്തടുത്തടുത്ത് തന്നെയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സന്യാസണിൻ്റെ 3 ആശയങ്ങൾ, അതായത് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സന്യാസണിൻ്റെ 3 ആശയങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ദേശീയത, 2 ജനാധിപത്യം, 3 സോഷ്യലിസം. അതാണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത്. എന്താണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നതാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇനി ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് ദേശീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക. 2 ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നതാണ്. ഓക്കെ, അടുത്തതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യലിസം എന്നതുകൊണ്ട്, അതായത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുക. ഭൂമി തുല്യമായി വിതരണം ചെയ്യുക, മൂലധനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുക. ഇതാണ് സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയത, സോഷ്യലിസം, ജനാധിപത്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ട സന്യാസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. 1925 സന്യാസന്റെ മരണശേഷം അധികാരത്തിൽ വന്നത് ചിയാൻ കൈഷക്കായിരുന്നു. ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചതും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ചിയാങ് കൈഷക്ക്. അപ്പോൾ സന്യാസന് ശേഷം വന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ചിയാങ് കൈഷക്കാണ്. ചിയാങ് കൈഷക്ക് ആർക്ക് ശേഷം സന്യാസന് ശേഷം സന്യാസന് ശേഷമാണ് ചിയാങ് കൈഷക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വച്ചോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണുള്ളൂ. അതായത് സന്യാസനിൻ്റെ 3 തത്വങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അതിൻ്റെ അകത്ത് മഞ്ചു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെട്ടാണ് ഏത് വിപ്ലവമാണെന്ന് ചോദിച്ചാൽ അത് ചൈനീസ് വിപ്ലവം. അത് നടന്നതെന്നാണ് ചോദിച്ചാൽ മക്കളെ എന്നാണ് ചൈനീസ് വിപ്ലവം നടക്കുന്നത് 1911 ചൈനീസ് വിപ്ലവം. 1911 ചൈനീസ് വിപ്ലവം നടന്നു. തൊട്ടടുത്ത വർഷം 1912 ചൈനീസ് റിപ്പബ്ലിക്ക് നിലവിൽ വന്നു. അതിനുശേഷമാണ് ചെയ്യുന്നത് ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് സന്യാസൻ എന്ന് പറയുന്ന വ്യക്തി അധികാരത്തിൽ വരുന്നത്. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് സന്യാസൻ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ചൈനയുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സന്യാസൻ അറിയപ്പെടുന്ന വിശേഷണമാണ് മോർണിംഗ് സ്റ്റാർ, അല്ലെങ്കിൽ ചൈനയുടെ പ്രഭാത നക്ഷത്രം എന്ന് പറയുന്നത് സന്യാസന എന്ന് പറയുന്നു. ഓക്കെ, അതേപോലെ തന്നെ ദക്ഷിണ ചൈനയിൽ സന്യാസൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് കുമിന്താങ് പാർട്ടിയാണ്. അദ്ദേഹം പ്രാധാന്യം നൽകിയ ആശയങ്ങളാണ് 3 ആശയങ്ങൾ. അതായത് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നതാണ് ഏതൊക്കെ ദേശീയത, ജനാധിപത്യം,
സോഷ്യലിസം, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസമാണ് നിലവിൽ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞു, ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത്. ദേശീയത എന്ന് പറഞ്ഞാൽ മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നാണ് ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യമാണെങ്കിൽ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നതാണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യലിസം ആണെങ്കിൽ മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് തന്നെ കരുതുന്നു. സന്യാസന് ശേഷം പിന്നീട് അധികാരത്തിൽ വന്നത് ആരാന്ന് ചോദിച്ചാൽ ചിയാങ് കൈഷക് ആണെന്നുള്ളത് ഓർക്കുക. അങ്ങനെയാണ് ചൈനയിൽ സൈനിക ഏകാധിപത്യത്തിന് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്, സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.